മഹാരാഷ്ട്രയിലെ എൻ.ഡി.എ ഭരണസഖ്യമായ മഹായുതിയിൽ രൂപപ്പെട്ടിരിക്കുന്ന ആഴമേറിയ ഭിന്നിപ്പും അഴിമതി ആരോപണങ്ങളും സംസ്ഥാന ഭരണരംഗത്തെ ഗുരുതരമായ പ്രതിസന്ധിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. സഖ്യകക്ഷികളായ ബി.ജെ.പിയും ഏക്നാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള ശിവസേനയും പരസ്പരം പണമിടപാടുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അധികാരത്തിനായുള്ള നെട്ടോട്ടത്തിൽ ഭരണകക്ഷികൾക്ക് ധാർമ്മിക നിലപാടുകൾ നഷ്ടപ്പെട്ടു എന്നതിന്റെ തെളിവാണ്. ഈ ആഭ്യന്തര കലഹം കാരണം മഹാരാഷ്ട്രയിലെ സർക്കാർ സംവിധാനം പൂർണ്ണമായും താളം തെറ്റിയിരിക്കുകയാണ്. പ്രാദേശിക തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് നടന്ന തർക്കമാണ് ഇപ്പോൾ ഭരണകക്ഷിയുടെ മുഖംമൂടി അഴിച്ചുമാറ്റിയിരിക്കുന്നത്. ഡിസംബർ 2 നടക്കാനിരിക്കുന്ന ഹിംഗോലി മുനിസിപ്പൽ കൗൺസിൽ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് ഭരണമുന്നണിക്കുള്ളിലെ ചേരിപ്പോര് പരസ്യമായത്. ബി.ജെ.പിയുടെ എം.എൽ.എ ആയ താനാജി മുത്കുലെ സഖ്യകക്ഷിയിലെ ശിവസേന എം.എൽ.എ ആയ സന്തോഷ് ബംഗാറിനെതിരെയാണ് തുറന്ന ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. വോട്ടർമാരെ പണം നൽകിയും ഭക്ഷ്യവസ്തുക്കൾ പോലുള്ള പ്രലോഭനങ്ങൾ നൽകിയും സ്വാധീനിക്കാൻ സന്തോഷ് ബംഗാർ ശ്രമിക്കുന്നു എന്ന ആരോപണം ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കാനുള്ള ശ്രമമായാണ് വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ ഇതിലും ഞെട്ടിക്കുന്ന ആരോപണം പുറത്തു വന്നത് ശിവസേനയുടെ പിളർപ്പുമായി ബന്ധപ്പെട്ടാണ്. 2022 ഉദ്ധവ് താക്കറെയുടെ പക്ഷത്തു നിന്ന് ഏക്നാഥ് ഷിൻഡെയുടെ പക്ഷത്തേക്ക് കൂറുമാറാൻ സന്തോഷ് ബംഗാർ 50 കോടി രൂപ കൈപ്പറ്റി എന്ന ഗുരുതരമായ ആരോപണമാണ് ബി.ജെ.പി എം.എൽ.എ ഉന്നയിച്ചത്. എൻ.ഡി.എ സഖ്യം അധികാരത്തിൽ തുടരുന്നതിനു വേണ്ടി നടത്തിയ കൂറുമാറ്റങ്ങൾ പണം കൊടുക്കൽ വാങ്ങലുകളിലൂടെ ആയിരുന്നു എന്ന് സ്വന്തം പാർട്ടിക്കാർ തന്നെ വെളിപ്പെടുത്തുന്നത് ഭരണസഖ്യത്തിന്റെ ധാർമ്മിക അടിത്തറയെ തകർക്കുന്നതാണ്. മഹാരാഷ്ട്രയിലെ ഭരണമാറ്റം അഴിമതിയുടെ പിൻബലത്തിലായിരുന്നു എന്ന സത്യമാണ് ഇതിലൂടെ പുറത്തുവരുന്നത്. ഒരു സഖ്യകക്ഷിയിലെ നേതാവ് മറ്റൊരു സഖ്യകക്ഷി നേതാവിനെതിരെ ഇത്രയും കൃത്യമായ അഴിമതി ആരോപണം ഉന്നയിക്കുന്നത് സഖ്യത്തിനുള്ളിലെ വിശ്വാസം പൂർണ്ണമായും നഷ്ടപ്പെട്ടു എന്നതിന്റെ സൂചനയാണ് തരുന്നത്. ഈ ആരോപണങ്ങൾ നിഷേധിച്ച സന്തോഷ് ബംഗാർ ബി.ജെ.പി എം.എൽ.എക്കെതിരെ മുൻകാലത്തെ ദുഷ്പ്രവർത്തികൾ ചൂണ്ടിക്കാട്ടി തിരിച്ചടിച്ച് പ്രതിരോധം തീർത്തെങ്കിലും ഭരണകക്ഷികൾ പരസ്പരം ചെളിവാരിയെറിയുന്ന ഈ സാഹചര്യം സംസ്ഥാന രാഷ്ട്രീയത്തിൽ നാണക്കേടുണ്ടാക്കിയെന്ന് പറയാതെ വയ്യ. താഴെത്തട്ടിൽ നിലനിൽക്കുന്ന കടുത്ത അധികാര വടംവലിയാണ് ഈ പരസ്യമായ പോരാട്ടത്തിലൂടെ പുറത്തുവരുന്നത്. ഈ ആഭ്യന്തര കലഹം കാരണം നിലവിലെ സർക്കാർ സംവിധാനം ഒരു വലിയ പ്രതിസന്ധിയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. സഖ്യകക്ഷികൾ തമ്മിലുള്ള ഈ പരസ്യമായ പോര് തുടർന്നാൽ സുപ്രധാനമായ ഭരണപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിലും മന്ത്രിസഭാ യോഗങ്ങളിലും ഇത് തടസ്സങ്ങൾ സൃഷ്ടിക്കും. സംസ്ഥാനത്ത് ഭരണസ്തംഭനം ഉണ്ടാകാനുള്ള സാധ്യതകളാണ് ഇതോടെ വർദ്ധിക്കുന്നത്. കൂറുമാറ്റത്തിന് പണം കൈപ്പറ്റിയെന്ന ആരോപണം ശിവസേനയുടെ പിളർപ്പിന്റെ ആധികാരികതയെ തന്നെ ഇല്ലാതാക്കുന്നു. പണത്തിന്റെ പിൻബലത്തിൽ മാത്രം നിലനിൽക്കുന്ന ഈ ഭരണസഖ്യത്തിൽ ഏതെങ്കിലും ഒരു കക്ഷി, പ്രത്യേകിച്ച് സാമ്പത്തിക ആരോപണങ്ങൾ നേരിടുന്ന ഷിൻഡെ പക്ഷം, അധികാരം നിലനിർത്താൻ വേണ്ടി മുന്നണിയിൽ തുടരാൻ താല്പര്യമില്ലാത്ത സാഹചര്യം ഉണ്ടായാൽ അത് സഖ്യം ശിഥിലമാകുന്നതിലേക്ക് നയിക്കും. ബീഹാറിലും എൻ.ഡി.എ സഖ്യം ആഭ്യന്തര കലഹങ്ങളാൽ വലയുകയാണ്. കുടുംബാധിപത്യത്തെ ശക്തമായി എതിർക്കുന്ന ആർ.എൽ.എം നേതാവ് ഉപേന്ദ്ര കുശ്വാഹ എം.എൽ.എ പോലുമല്ലാത്ത തന്റെ മകന് മന്ത്രിസ്ഥാനം നൽകിയത് പാർട്ടിക്കുള്ളിൽ കൂട്ടരാജിക്ക് വഴിവെച്ചു. മഹാരാഷ്ട്രയിലെ കൂറുമാറ്റ അഴിമതിയും ബീഹാറിലെ കുടുംബാധിപത്യ വിവാദവും മാത്രമല്ല, ബി.ജെ.പി ഒറ്റയ്ക്ക് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും ആഭ്യന്തര ഭിന്നിപ്പുകൾ ശക്തമാണ്. ബി.ജെ.പിയുടെ ശക്തി കേന്ദ്രമായ ഗുജറാത്തിൽ പോലും ടിക്കറ്റ് വിതരണവുമായി ബന്ധപ്പെട്ട് പ്രാദേശിക നേതാക്കൾക്കിടയിൽ കടുത്ത പ്രതിഷേധമുയരുകയും അതൃപ്തി പൂണ്ട പ്രധാന നേതാക്കൾ പാർട്ടിയിൽ നിന്ന് രാജിവെക്കുകയും ചെയ്യുന്നത് ബി.ജെ.പി നേതൃത്വത്തിന്റെ പിടിപ്പുകേടിനെയാണ് സൂചിപ്പിക്കുന്നത്.